ഹിമാലയ സനുക്കളിൽ ഒരു ഗുഹയുടെ മുമ്പിൽ നമ്മൾ നിൽക്കുകയാണ്. ഹിമാലയത്തിലെ ഗുഹകൾ മനുഷ്യരെ എക്കാലവും ആകർഷിച്ച ഒരു കാര്യമാണ്. ഗുഹയുടെ മുന്നിൽ നിന്ന് കവാടത്തിലൂടെ നമ്മൾ ഉള്ളിലേക്ക് ഇരുട്ടിലേക്ക് കടക്കുമ്പോൾ അവിടെ നിശബ്ദത മാത്രമാണ്. പാറകളും തണുപ്പും നിശബ്ദതയും ഏകാന്തതയും, ഇതാണ് നമ്മളൊരു ഗുഹയിൽ അനുഭവപ്പെടുന്നത്. മനുഷ്യര് എന്തുകൊണ്ട് ഈ ഒരു അന്തരീക്ഷം തേടിയെത്തുന്നു? അത് ഭാരതത്തിൽ മാത്രമല്ല, ലോകത്തെവിടെയും പലരും ഗുഹകളെ തേടി പോകുന്നു, ഗുഹകളിൽ ജീവിക്കുന്നു, ഗുഹകളിൽ ഇരുന്ന് ധ്യാനിക്കുന്നു, തപസ് അനുഷ്ഠിക്കുന്നു. അവർക്ക് പുതിയ വെളിപാടുകൾ ഉണ്ടാകുന്നു. അവരത് തത്വചിന്തയായിട്ട്, മതമായിട്ട്, സ്പിരിച്വാലിറ്റി ആയിട്ട് എല്ലാം അത് ബാക്കിയുള്ളവർക്ക് അത് പകർന്നു കൊടുക്കുന്നു. എന്താണ് ഈ ഗുഹകളുടെ സവിശേഷത? മനുഷ്യ കുലം ജന്മമെടുക്കുന്നത് ഏതാണ്ട് 25 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ്. ഹോമോ ഇറക്ടസിൽ തുടങ്ങി ഒരു 10-20 സ്പീഷീസ് എങ്കിലും ഇന്ന് നമ്മൾ അടയാളപ്പെടുത്തുന്നുണ്ട് മനുഷ്യകുലത്തിന്. ഏറ്റവും ഒടുവിൽ ഹോമിയോസേപ്പിയൻസ് എന്ന് പറയുന്ന നമ്മൾ ഈ കുലത്തിന്റെ പിന്തുടർച്ചയായിട്ട് 3 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് എത്തിപ്പെട്ടത് എന്ന് നമ്മൾ കണക്കാക്കുന്നു. 25 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി ഇന്ന് വരെയുള്ള മനുഷ്യ യാത്രയിലെ ഒരു സവിശേഷ ഘടകമുണ്ട്. അതാണ് ഐസ് ഏജ്, ഹിമയുഗം. 25 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ആണ് ഭൂമിയിലെ അവസാനത്തേതും ഇന്നും നിലനിൽക്കുന്നതായിട്ടുള്ള ഹിമയുഗം, ഐസ് ഏജ് തുടങ്ങുന്നത്. ഈ നീണ്ട കാലയളവിൽ പല സമയങ്ങളിലും ഇടയ്ക്കിടയ്ക്ക് ഐസ് പിന്മാറിയിട്ട് ഭൂമി ചൂടാകുന്നുണ്ട്. ഇന്ന് നമ്മൾ നിലനിൽക്കുന്ന കാലഘട്ടം ഹോളോസീൻ എന്ന് പറയും. അത് അങ്ങനെ ഒരു ഇന്റർഗ്ലേഷ്യൽ എന്ന് പറയുന്ന ഒരു ഇന്റർവെല്ലാണ്. ഇവിടെ ഐസ് പിന്മാറി ഭൂമി ചൂടാകുന്നു. ഇത്തരത്തില് കഴിഞ്ഞ 25 ലക്ഷം വർഷമായിട്ട് 50 സൈക്കിള് എങ്കിലുമുണ്ട് എന്ന് കരുതപ്പെടുന്നു. എന്നാൽ നീണ്ട കാലയളവ് ഐസിൽ മൂടി നിൽക്കുന്നതാണ് ഭൂമിയുടെ പ്രതിഭാസം. അതിനിടയ്ക്ക് ഇപ്പോഴും നമ്മൾ അനുഭവിക്കുന്ന പോലുള്ള ചൂട് ചെറിയ ഇടവേളകൾ മാത്രമാണ്. ഏതാണ്ട് 85% ഐസ് കൊണ്ട് മൂടപ്പെടുന്ന ഒരു അന്തരീക്ഷമാണ് ഭൂമിയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ, നമ്മുടെ പ്രത്യേകിച്ച് നോർത്തും സൗത്തിലും പോളിനും ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങൾ. ഏതാണ്ട് 85% നമ്മുടെ കാലഘട്ടം, മനുഷ്യർ വന്നിട്ടുള്ള കാലഘട്ടം ഇത്തരത്തിൽ ഐസ് കൊണ്ട് മൂടപ്പെട്ടതാണ്. 15% ഇതിനിടയ്ക്കുള്ള ചെറിയ ചൂടുള്ള ഇടവേളകൾ. മനുഷ്യരെ മനുഷ്യനാക്കിയ കാലഘട്ടം എന്ന് പറയുന്നത് ഐസിന്റെ കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ ഏതാണ്ട് 3-4 കിലോമീറ്റർ വരെ ഐസ് ചില ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഐസ് ഇല്ലാത്ത ഭാഗങ്ങളിൽ ഒരു തണുത്ത മരുഭൂമിയാണ് നിലനിൽക്കുന്നത്. അവിടെ അന്തരീക്ഷം വിറങ്കലിച്ച് നിൽക്കുന്നു. ജലത്തിന്റെ അംശങ്ങൾ വായുവിലില്ല. ഒരു കോൾഡ് ഡ്രൈ ഡെസേർട്ട്, ഒരു തണുത്ത മരുഭൂമി. ഇന്ന് ചൈനയുടെ വടക്കൻ മേഖലകളിലുള്ള ഗോബി മരുഭൂമി പോലുള്ള ഒരവസ്ഥ ബാക്കി എല്ലായിടത്തും നിലനിന്നിരുന്നു. വളരെ പൊടിപടലങ്ങൾ ഉയർത്തുന്ന വളരെ ഡ്രൈ ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആയിരുന്നു അന്ന് നിലനിന്നിരുന്നത്. തണുപ്പും പൊടിപടലങ്ങളും ഉള്ള ക്ലൈമറ്റ്. ഐസ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഐസും പൊടിപടലങ്ങളും ഐസ് ഉള്ളിടത്ത് ജീവന് അതീവ ദുഷ്കരമായിട്ടുള്ള ഒരു കണ്ടീഷനായിരുന്നു ഈ കാലഘട്ടം മുഴുവനും നമ്മൾ അനുഭവിച്ചു വന്നിട്ടുള്ളത്. അവിടെ നമ്മുടെ ആശ്രയമായിട്ടുള്ളത് ഒന്നാണ്, അത് ഗുഹകള്. ഗുഹകളാണ് നമുക്ക് സംരക്ഷണം നൽകിയിരുന്നത്. ഒരുപാട് സ്ഥലങ്ങളിൽ മനുഷ്യര് ഗുഹകളിൽ പാർക്കുന്നതിന്റെ അവശിഷ്ടങ്ങള്, അടയാളങ്ങള് നമുക്കിന്ന് കാണാൻ സാധിക്കും. അത് പുരാതന കാലഘട്ടം മുതൽ, അതായത് 65 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് ഈ നമ്മുടെ ഇന്നത്തെ ചൂട് കാലഘട്ടം തുടങ്ങുന്നത് വരെ അത്തരത്തിൽ പല സമയങ്ങളിലും ഗുഹകളിൽ മനുഷ്യരുടെ പല സ്പീഷീസുകളും അഭയം തേടിയിരുന്നു. അതില് പ്രധാനപ്പെട്ട തെളിവുകൾ എന്ന് പറയുന്നത് ഫോസിൽ എവിഡൻസ് ആണ്. സ്റ്റോൺ ടൂൾസ് ഉണ്ട്. മനുഷ്യരവിടെ പാർത്തിരുന്നതിന്റെ അടയാളങ്ങളുണ്ട്. തീ കൂട്ടി അടുപ്പിലൂടെ ഭക്ഷണം പാചകം ചെയ്തതിന്റെ തെളിവുകളുണ്ട്. ഇതിലെല്ലാം ഉപരി നമ്മൾ അവിടെ ഇരുന്ന് ചുവർ ചിത്രങ്ങളും നിർമ്മിച്ചിരുന്നു. ഗുഹകള് വെറും ആശ്രയം മാത്രമല്ല, നമ്മളെ നമ്മളാക്കിയത്, ഇന്ന് ആധുനിക മനുഷ്യനെ വാർത്തെടുത്തത് ഈ ഗുഹയിലെ നമ്മുടെ നീണ്ടകാലത്തെ ഒരു വാസമാണ്. ആ നീണ്ടകാലത്തെ അവിടത്തെ തങ്ങൽ എന്ന് പറയുന്നത് വെറും ഒരു ആശ്രയം തേടൽ മാത്രമല്ല. അവിടെ ചുറ്റും ഐസിൽ നിന്ന് രക്ഷപ്പെട്ട് ആ തണുത്ത് വിറങ്ങലിച്ച അവസരങ്ങളിൽ നമ്മൾ അവിടെ ഇരിക്കുമ്പോൾ ചില പ്രതിഭാസങ്ങളും ഉണ്ടാകുന്നു. പുറത്ത്
ലോകത്തില് നമുക്ക് അറ്റൻഷൻ കൊടുക്കേണ്ട കാര്യമില്ല. അവിടെ എല്ലാം ഐസാണ്. പിന്നെ അറ്റൻഷൻ നമ്മളിലേക്ക് വരുന്നു. ആരാണ് ഞാൻ? എന്തിനാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്? ഞാൻ എന്തിന് ഇവിടെ പ്രവർത്തിക്കുന്നു? ഞാൻ എങ്ങനെ ഇവിടെ എത്തപ്പെട്ടു? എന്നിങ്ങനെ പല ചോദ്യങ്ങളും മനുഷ്യരുടെ മനസ്സിൽ ഉണ്ടായി കാണും. ആ ചോദ്യങ്ങൾ വീണ്ടും വർഷങ്ങളോളം നമ്മൾ അവിടെ തങ്ങുമ്പോൾ, അതായത് 25 ലക്ഷം വർഷത്തിൽ ഏതാണ്ട് 20 ലക്ഷത്തോളം വർഷം നമ്മൾ ഈ ഒരു അവസ്ഥയിലാണ്. ഇരുട്ടില്, ഏകാന്തതയിൽ, ശബ്ദമില്ലാത്ത ഒരു അന്തരീക്ഷത്തിൽ അവിടെ നിൽക്കുമ്പോൾ നമ്മളുടെ ഈ ചോദ്യങ്ങളും അവസാനിക്കുന്നു. അപ്പോൾ അവിടെ ഒരു നിശബ്ദത നമ്മുടെ ചിന്തകളിലേക്കും വരുന്നു. ചിന്തകളും ശമിക്കുന്നു. ചിന്തകൾക്കപ്പുറമുള്ള ഒരു ലോകത്തിലേക്ക് നമ്മൾ പോകുന്നു. ഇതാണ് മനുഷ്യരെ മനുഷ്യരാക്കിയ ഒരു പാത എന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തില് മനുഷ്യർ ഗുഹയിൽ ജീവിക്കുമ്പോൾ മറ്റൊരു സംരക്ഷകനും വഴികാട്ടിയുമായി നിൽക്കുന്നത് അഗ്നിയാണ്. ഏതാണ്ട് 20 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പെങ്കിലും മനുഷ്യ കുലങ്ങള് അഗ്നിയെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതിന്റെ എവിഡൻസ് നമ്മുടെ മുന്നിലുണ്ട്. അഗ്നി സംരക്ഷണമാണ്, വഴികാട്ടിയാണ്. നമ്മുടെ ജീവൻ തന്നെ അഗ്നിയായി മാറുന്നു. അഗ്നി ഇല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ പ്രകൃതിക്ക് കീഴടങ്ങുമായിരുന്നു. ആ പ്രകൃതിയോട് മല്ലിട്ട്, പ്രകൃതിയോട് നിരന്തരമായിട്ട് യുദ്ധം ചെയ്ത് ഭക്ഷണ പദാർത്ഥങ്ങൾ കണ്ടെത്തി നമ്മൾ ജീവിക്കുമ്പോഴും നമ്മൾ അഗ്നിയെ സംരക്ഷിച്ചുകൊണ്ടേയിരുന്നു. അഗ്നി നമ്മളെയും സംരക്ഷിച്ചുകൊണ്ടിരുന്നു. ഇൻഡോ യൂറോപ്യൻ എന്ന് പറയുന്ന ഒരു വിഭാഗം, അതിന്റെ ഏറ്റവും പഴക്കമുള്ള ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഋഗ്വേദം എന്ന് പറയും. വേദിക് സംസ്കൃതം എന്ന ഭാഷയിൽ ഇന്ന് നമുക്ക് അറിവായിട്ടുള്ള ഈ ഏറ്റവും പഴക്കമുള്ള ഇൻഡോ യൂറോപ്യൻ ജനതയുടെ സ്മൃതി തുടങ്ങുന്നത് അഗ്നി എന്ന വാക്കുകൊണ്ടാണ്. അഗ്നിമേലെ പുരോഹിതൻ. അഗ്നിയാണ് നമ്മുടെ ഗുരുവും വഴികാട്ടി. ഭാരതം ഈ പാരമ്പര്യത്തെ ഇന്നും തുടർന്നു പോകുന്നു. അഗ്നിഹോത്രം മുതലായിട്ടുള്ള യാഗ പദ്ധതിയിലൂടെ, ആ ഐസ് യുഗത്തിലൂടെ നമ്മൾ കടന്നുപോയതിന്റെ സ്മരണകൾ ഇന്നും നിലനിർത്തുന്നു. ഭാരതത്തില് ഒരുപക്ഷെ യൂറോപ്പിലും സെൻട്രൽ ഏഷ്യയിലുമൊക്കെ കണ്ടതുപോലെയുള്ള വളരെ ഘനത്തിലുള്ള ഐസ് കുമിഞ്ഞുകൂടുന്നത് ചെറിയ പ്രദേശങ്ങളിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നമുക്ക് വടക്കൻ ഭാഗത്ത് വലിയ കോട്ട പോലെ ഹിന്ദുക്കുഷും ഹിമാലയ പർവ്വത നിരകളും നിലനിൽക്കുന്നു. ഇത് ഈ ഗ്ലേഷ്യേഴ്സിന്റെ ആ തള്ളിക്കയറ്റത്തെ ഒരു പരിധി വരെ പിടിച്ചു നിർത്തുന്നു. ആ ഹിമാലയവും ഹിന്ദുക്കുഷ് മൗണ്ടൻസും അതും കവിഞ്ഞ് ഐസ് തെക്കോട്ട് കുറെ ഭാഗങ്ങളിലേക്ക് വരുന്നുണ്ടെങ്കിലും ഭാരത ഉപഭൂഖണ്ഡത്തിന്റെ ഭൂരിഭാഗവും ഒരു തണുത്ത മരുഭൂമിയായിട്ടാണ് നിലനിന്നിരുന്നത്. അപ്പോഴവിടെ ഐസുമുണ്ട്, ഐസില്ലാത്ത ഒരു തണുത്ത മരുഭൂമിയുമുണ്ട്. ഇതിനിടയിലുള്ള ഒരു സഞ്ചാരത്തിലൂടെയായിരുന്നു ഭാരതം മുന്നോട്ട് പോയത്. ഐസ് പിൻവാങ്ങുമ്പോൾ, ഇന്റർഗ്ലേഷ്യൽസ് ഉണ്ടാകുമ്പോൾ ഏറ്റവും ആദ്യം ജനവാസത്തിന് കുറച്ചുകൂടെ നല്ലതായിട്ടുള്ള ഭൂപ്രദേശം ഭാരതത്തിലാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം ഹിമാലയത്തിന്റെയും ഹിന്ദുക്കുഷ് പർവ്വതത്തിന്റെയും ആ സംരക്ഷണം. അതുകൊണ്ട് തന്നെ ഭാരതത്തില് കഴിഞ്ഞ ഏറ്റവും ഒടുവിലത്തെ ആ ഇന്റർഗ്ലേഷ്യല്, ഇപ്പോഴത്തെ ഇന്റർഗ്ലേഷ്യല് ഹോളോസിൻ തുടങ്ങുമ്പോൾ സിവിലൈസേഷന്റെ ആരംഭവും ഭാരതത്തിലായിരിക്കാം ആദ്യമുണ്ടായത്. ഏറ്റവും കൂടുതൽ ജനങ്ങൾ പാർക്കുന്ന, ഏറ്റവും കൂടുതൽ വിസ്തൃതിയുള്ള സംസ്കാരം, നമ്മൾ അതിനെ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് വിളിക്കുന്നു. ആ സിവിലൈസേഷനിലെ സവിശേഷത എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ജനപ്പാർപ്പുള്ള മേഖലയുമായിരുന്നു. കൃഷി ഏറ്റവും കൂടുതൽ നടത്താവുന്ന അവസ്ഥ ആദ്യമായിട്ട് മറ്റു പ്രദേശങ്ങളിൽ വരുന്നതിനേക്കാൾ മുൻപ് നിലനിൽക്കാവുന്ന ഒരു സ്ഥിതി ഭാരതത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഐസ് ഏജിന്റെ കണ്ടിന്യൂറ്റി നമുക്ക് കുറച്ചുകൂടി ഒരു ദൃഢമായ പാതയിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഐസ് ഏജിന്റെ സ്മൃതികളും ഭാരതീയമായിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. ഇന്ന് ഈ ഐസൊലേഷൻ, ഏകാന്തത, ഈ തണുപ്പ്, ഈ ഒറ്റപ്പെടൽ, ഇത് വാസ്തവത്തില് മനുഷ്യരെങ്ങനെയായിരിക്കും അനുഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് പഠനങ്ങൾ നടത്തുന്നുണ്ട്. ഗുഹകളെ എക്സ്പ്ലോർ ചെയ്യുന്ന, അതിനെ പരിവേഷണം ചെയ്യുന്ന ഒരു ശാസ്ത്ര മേഖല തന്നെയുണ്ട്. അവര് ഗുഹകളുടെ ആവാസ വ്യവസ്ഥിതി, അവിടുത്തെ ബയോഡിവേഴ്സിറ്റി, ഫിസിക്കൽ ഫീച്ചേഴ്സ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നതോടൊപ്പം അതില് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു ജനതയെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് പഠിക്കാൻ വേണ്ടി പലരും ഗുഹയിൽ മാസങ്ങളോളം, വർഷങ്ങളോളം ഏകാന്തതയിൽ കഴിഞ്ഞിട്ടുണ്ട്. മിഷൽ ഷിഫ് എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് എക്സ്പ്ലോറർ ഏതാണ്ട് 60 ദിവസം ഒരു ഗുഹയിൽ ഒറ്റയ്ക്ക് കഴിയുന്നുണ്ട്. ഇത് 1962 60 ദിവസം കഴിയുന്നതായിട്ട്
അദ്ദേഹത്തിന് തോന്നുന്നേയില്ല. ഏതാണ്ട് 25 ദിവസമായി ആയിട്ടുള്ളൂ എന്നാണ് അദ്ദേഹം കരുതുന്നത്. 60 ദിവസം കഴിഞ്ഞ് അദ്ദേഹം പുറത്തു വരുമ്പോൾ അദ്ദേഹം പറയുന്നത്, ഇത് എന്നെ മാറ്റിമറിച്ച ഒരു അനുഭവമാണ്. ഞാൻ ഗുഹയിലെ ഒറ്റപ്പെടലിൽ നിന്ന് പ്രകൃതിയുടെ അനന്തതയിലേക്ക് പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. 2021-ലും 2022-ലും ബിയാട്രിസ് ഫ്ലാമിനി എന്ന ഒരു സ്പാനിഷ് വനിത ഒരു ഗുഹയിൽ 500 ദിവസം ഒറ്റയ്ക്ക് താമസിക്കുന്നു. ആ ഗുഹയിൽ നിന്ന് പുറത്തു വരുമ്പോൾ അവർ പറയുന്നത് അവരുടെ കണക്കനുസരിച്ച് ഏതാണ്ട് 140 ദിവസമേ ആയിട്ടുള്ളൂ എന്നാണ്. അതായത് കാലത്തിന്റെയും സ്പേസിന്റെയും പരിമിതികൾ, സ്ഥലകാല പരിമിതികൾക്ക് മറ്റൊരു മാനം കൈവരുന്നതായിട്ട് ബിയാട്രിസ് ഫ്ലാമിനി പറയുന്നു. ഗുഹയില് തുടക്കത്തില് അത് വലിയൊരു അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. ഇടുങ്ങിയ ഒരിടം, അത് നമ്മളെ അമർത്തുന്നതായിട്ട് നമുക്ക് തോന്നാം. ആ ഏകാന്തത, നിശബ്ദത, ഇതെല്ലാം നമ്മളെ വളരെയധികം ഒറ്റപ്പെടുത്തുന്നതായിട്ട് ആദ്യം തോന്നുന്നുണ്ടെങ്കിലും അവിടെ കഴിയുമ്പോൾ പിന്നീട് ഈ ഒറ്റപ്പെടൽ ഇല്ലാതായിത്തീരുന്നു, നിശബ്ദത ഇല്ലാതായിത്തീരുന്നു, ആ ഇടത്തിന്റെ പരിമിതി അത് ഇല്ലാതായിത്തീരുന്നു. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് പോകുന്ന പോലുള്ളൊരു അനുഭൂതി അവിടെ അനുഭവിക്കുന്നു. ഇത് ഇന്ന് ഗുഹയിലിരുന്ന് ഒരു മനുഷ്യൻ ഏത് രീതിയിൽ ആ ഒരു പരിസ്ഥിതിയുമായിട്ട് പൊരുത്തപ്പെടുന്നു എന്ന് പഠിക്കുന്ന ആൾക്കാർ മാത്രം പറയുന്ന കാര്യമല്ല. മനുഷ്യ ചരിത്രത്തിൽ മുഴുവൻ ഈ ഒരു കാര്യം നമ്മൾ തുറന്നു പറയുന്നുണ്ട്. മനുഷ്യരാശിയുടെ പല ഗ്രന്ഥങ്ങളിലേക്ക്, ഗർഭപാത്രത്തിലേക്ക് തിരിച്ചു പോകുന്നതിന്റെ കഥകൾ. ഇരുട്ടിലേക്ക് പോകുന്നത് അത് വെളിച്ചമാണ്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് പോകുന്നതിന്റെ സന്ദേശങ്ങൾ. ഏകാന്തത അത് ഒരു സാർവത്രികമായിട്ടുള്ള അനന്തമായിട്ടുള്ള ഒരു അനുഭൂതിയായി മാറുന്നതിന്റെ കഥകൾ. ഇതെല്ലാം നമ്മൾ ചരിത്രത്തിൽ പലരും പറയുന്നതായിട്ട് കേൾക്കുന്നുണ്ട്. 50,000 വർഷങ്ങൾക്ക് മുമ്പ് വരച്ച ഗുഹാചിത്രങ്ങളെ കുറിച്ച് നമുക്കിന്ന് പഠിക്കാൻ സാധിക്കുന്നുണ്ട്. ഈ തടുത്ത് വിറങ്ങലിച്ചു നിൽക്കുന്ന ആ ഒരു അന്തരീക്ഷത്തില്, ഗുഹയില് മനുഷ്യര് എന്തായിരിക്കും വരച്ചു വെക്കുന്നത്? വാസ്തവത്തില് ഇന്ന് അതിനെ പഠിക്കുന്ന ഗവേഷകര് പറയുന്നത് അവര് കണ്ട കാര്യങ്ങളല്ല അവര് ഗുഹാചിത്രങ്ങളായി വരച്ചത്, അവര് വരച്ച കാര്യങ്ങളെ കണ്ടു എന്നാണ്. വളരെ വർണ്ണമാർന്ന ചിത്രങ്ങള്, പലതരം മൃഗങ്ങള്. സാധാരണ നമ്മള് പ്രകൃതിയിൽ കാണുന്ന ഒരു കാഴ്ചയല്ല അത് സൃഷ്ടിക്കുന്നത്. നമുക്ക് ചുറ്റും പറന്നു നടക്കുന്ന മൃഗങ്ങള്, അവിടെ മാൻ കൂട്ടങ്ങളുണ്ട്, പശുക്കളുണ്ട്, കുതിരയുണ്ട്. ഇതെല്ലാം സാധാരണ നിലത്ത് നിന്ന് ഭക്ഷണം കഴിക്കുന്നതോ അല്ലെങ്കിൽ ഓടുന്നതോ ചാടുന്നതോ അല്ല അവിടെ കാട്ടുന്നത്. ഇവരെല്ലാവരും അന്തരീക്ഷത്തില് പറന്നു നിൽക്കുന്നത് പോലുള്ള ഒരു കാഴ്ച. ഇത് ഒരു പ്രത്യേക തരം ന്യൂറോബയോളജിക്കൽ സ്ഥിതിവിശേഷത്തെ ചൂണ്ടിക്കാട്ടുന്നു എന്ന് ഗവേഷകർ പറയുന്നു. ഗുഹയില് നമ്മൾ ഇരിക്കുമ്പോൾ നമ്മളുടെ പുറം ലോകവുമായിട്ടുള്ള ഒരു വേർപെടൽ നമുക്ക് ആദ്യം അനുഭവപ്പെടുന്നു. ഇപ്പൊ ബ്രെയിനിന്റെ ഭാഗങ്ങള്, പുറം ലോകവുമായിട്ട് നമ്മൾ സംവദിക്കുന്ന ഭാഗങ്ങള്, അത് നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ കിട്ടുന്ന സിഗ്നലുകളെ പ്രോസസ് ചെയ്യുന്ന ഭാഗങ്ങൾ, ഇതെല്ലാം നിശ്ചലമാകുന്നു. അങ്ങനെ ബ്രെയിനിന്റെ വലിയ ശൃംഖലകൾ അത് ഒരു ഉറക്കത്തിലേക്ക് പോകുന്നു. കാര്യം അവിടെ സിഗ്നലുകളില്ല, പ്രോസസ് ചെയ്യാനൊന്നുമില്ല. ഈ ഒരു അവസ്ഥയിൽ ബ്രെയിനിന്റെ മറ്റൊരു ശൃംഖല ഉണർന്ന് പ്രവർത്തിക്കുന്നു. അതിനെ നമ്മൾ ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്ക് എന്നാണ് പറയുന്നത്, DMN. ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്ക് അതൊരു സെൽഫ് റെഫറൻഷ്യൽ ആയിട്ടുള്ള ചിന്തകളുടെ ഒരു സ്ഥാനമാണ്. എന്നെ പറ്റിയുള്ള ആകാംക്ഷകള്, എന്നെ പറ്റിയുള്ള പേടികള്, ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ആകുലതകള്, ഇതെല്ലാം ഈ സമയത്തുണ്ടാകുന്നു. ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്ക് ഉണർന്ന് പ്രവർത്തിക്കുമ്പോൾ സെൽഫ് റെഫറൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നു. എന്നാൽ ഇത് അനന്തമായിട്ട് തുടരുന്നില്ല. ഗുഹയിലിരിക്കുന്ന മനുഷ്യന്റെ ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്കും കുറച്ചു കഴിയുമ്പോൾ അതും ഉറക്കത്തിലേക്ക് പോകുന്നു. അപ്പോൾ അവിടെ ആ സെൽഫും ഇല്ലാതാകുന്നു, പുറം ലോകം ഇല്ലാതാകുന്നു. അതാദ്യമേ ഇല്ലാതാകുന്നു. കാര്യം നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ എല്ലാം നിശ്ചലമാകുന്നു. ഇന്ദ്രിയങ്ങളുടെ ഡേറ്റ പ്രോസസ് ചെയ്യുന്ന ബ്രെയിനിന്റെ ഭാഗങ്ങളെല്ലാം നിശ്ചലമാകുന്നു. അപ്പോൾ ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്ക് ഞാൻ ആരാണ്, എന്നെ പറ്റിയുള്ള ആകുലതകളെ കുറിച്ച് ഉള്ള സംശയങ്ങളും അതിന്റെ വിചാരങ്ങളും എല്ലാം നടക്കുന്നു. അതും പിന്നീട് നിശ്ചലമാകുന്നു. ഇതും ഒരു എക്സ്പീരിയൻസ് ആണ്. എക്സ്പീരിയൻസുകളെല്ലാം നിശ്ചലമാകുമ്പോഴുള്ള ഒരു എക്സ്പീരിയൻസ്. ഇതാണ് നമ്മുടെ ഡിഫോൾട്ട് ബ്രെയിനിന്റെ തന്നെ ഒരു ജനറൽ ആക്ടിവിറ്റി കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു കോൺഷ്യസ്നെസിന്റെ എക്സ്പാൻഷൻ, അല്ലെങ്കിൽ ബോധത്തിന്റെ അതിർവരമ്പുകൾ തകർത്തുള്ള ഒരു പോക്ക്. ഇത് മനുഷ്യര് ഗുഹയിൽ അനുഭവപ്പെടുന്നു എന്നാണ് ഇന്ന് നമ്മൾ നടത്തുന്ന പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. ഇതേ ഒരു അവസ്ഥ തന്നെയാണ് പരിശീലനത്തിലൂടെ, എങ്ങനെ ധ്യാനത്തിലൂടെ നമ്മൾ ആർജിക്കാമെന്നുള്ളത് ഭാരതീയമായിട്ടുള്ള
ആത്മീയ പദ്ധതികളിൽ വളരെ പണ്ട് മുതലേ സ്ഥാപിച്ചിട്ടുള്ള കാര്യം. ധ്യാനം, മെഡിറ്റേഷൻ തുടങ്ങുന്നത് ഈ ഐസ് യുഗത്തിലെ ഗുഹകളുടെ വാസത്തിൽ നിന്ന് മനുഷ്യർക്ക് കിട്ടിയ അറിവിലൂടെയാണ്. അവിടെ നമ്മുടെ ബ്രെയിന് നിശ്ചലമാകുമ്പോൾ നമ്മുടെ ബോധത്തിന്റെ അതിർവരമ്പുകൾ ഇല്ലാതാകുന്നു. ഈഗോ ഡിസൊല്യൂഷൻ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് ഈഗോ മാത്രമല്ല ഇല്ലാതാക്കുന്നത്. ഫിസിക്കലായിട്ട് നമ്മൾ ലോകത്തെ ഒരു സോളിഡ് ആയിട്ടുള്ള വസ്തുവായിട്ട് നമ്മൾ പുറം ലോകത്തെ കാണുന്നു, നമ്മുടെ ശരീരത്തെ കാണുന്നു. ഇതെല്ലാം ഒരു സോളിഡിറ്റി എന്ന് പറയും. റീഫിക്കേഷൻ എന്നാണ് പറയുന്നത്. ഇതിലൊരു പരിവർത്തനം ഉണ്ടാകുന്നു, ഡീ റീഫിക്കേഷൻ. ആ സോളിഡിറ്റി, പുറം ലോകത്തിന്റെ സോളിഡിറ്റി, നമ്മുടെ ശരീരബോധത്തിന്റെ ആ സോളിഡിറ്റി, ഇത് നശിച്ചു പോകുന്നു. ഇത് തീർച്ചയായിട്ടും ഒരു അഡ്വാൻസ്ഡ് എക്സ്പീരിയൻസ്ഡ് മെഡിറ്റേറ്ററിന് ഉണ്ടാകുന്ന ഒരു അനുഭവമാണെന്ന് നമ്മൾ ഇന്ന് പഠനങ്ങളിലൂടെ കണ്ടെത്തിയിട്ടുണ്ട്. ഇതേ അനുഭവം നമ്മൾ സൈക്കഡെലിക്സിലൂടെയും കിട്ടുന്നതായിട്ട് ഇതിനു മുമ്പ് ഇവിടെ തന്നെ ചെയ്ത ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. ഗുഹയിലിരുന്നാലും ഇതേ അനുഭവം തന്നെ നമുക്ക് കിട്ടുന്നു, ഡീറീഫിക്കേഷൻ. ഈ ലോകത്തിന് അതിന്റെ ദൃഢത നഷ്ടപ്പെട്ടിട്ട് അതിനൊരു ഫ്ലൂയിഡിറ്റി കൈവരുന്നു. കാലത്തിന് നമ്മുടെ തെളിഞ്ഞ ബോധത്തിൽ ഉണ്ടാകുന്ന സങ്കല്പങ്ങൾ അസ്തമിച്ചിട്ട് പുതിയ ഒരു അനുഭവത്തിലേക്ക് കാലം പോകുന്നു. സ്ഥലബോധവും അതുപോലെ തന്നെ പുതിയൊരു അനുഭൂതിയിലേക്ക് പോകുന്നു. വാസ്തവത്തിൽ 25 ലക്ഷം വർഷങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ച് മനുഷ്യനാകുന്നത് ഈ ഒരു അനുഭൂതിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ്. ഇത് നമ്മുടെ ഈ ഗുഹാവാസം നമ്മളെ പരുവപ്പെടുത്തി തന്നിട്ടുള്ള ഒരു അനുഭൂതിയാണ്, നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഈ എക്സ്പീരിയൻസിനെ നമ്മൾ വീണ്ടും വീണ്ടും ഓർമ്മിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈജിപ്തില് മനുഷ്യര് പിരമിഡുകൾ നിർമ്മിച്ച് അതിനകത്ത് ഒരു ഗുഹ തുല്യമായിട്ടുള്ള അവസ്ഥ ഉണ്ടാക്കുന്നു. എല്ലാ വെളിച്ചവും എല്ലാ ശബ്ദത്തിൽ നിന്നും മാറി ഒരു ഐസൊലേഷനിലേക്ക് പോകുന്നു. പിരമിഡുകൾ നിർമ്മിക്കുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ ഈജിപ്തിലെ മനുഷ്യര് ഗുഹകൾ തന്നെ നിർമ്മിക്കുന്നു. പർവ്വതനിരകളുടെ ഓരങ്ങളിൽ ഗുഹകൾ നിർമ്മിച്ച് അവിടെ അവരുടെ രാജാക്കന്മാരെയും രാജ്ഞിമാരെയൊക്കെ അടക്കം ചെയ്യുന്നു. വാലി ഓഫ് കിങ്സ്, വാലി ഓഫ് ക്യൂൻസ് എന്ന് പറഞ്ഞ് ഈജിപ്തിലെ സ്ഥലങ്ങളിൽ അത് വെറും ഗുഹകൾ മാത്രമല്ല, വർണ്ണശബളമായിട്ടുള്ള ചിത്രങ്ങളും എമ്പാടും വരച്ചു വെക്കുന്നു. 50,000 വർഷം മുമ്പ് ഫ്രാൻസിലോ സ്പെയിനിലോ ഉള്ള ഗുഹാചിത്രങ്ങളെ, ഗുഹയും ഗുഹാചിത്രത്തെയും അനുസ്മരിക്കുന്നതാണ് വാലി ഓഫ് കിങ്സിലെയും വാലി ഓഫ് ക്യൂൻസിലെയും ടൂമ്പുകൾ. ആ ഒരു ഇടുങ്ങിയ ഇടത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മൾ മറ്റൊരു ലോകത്തിലേക്ക് ആവുന്നു എന്ന അനുഭൂതിയാണ്. റോമില് സിസ്റ്റീൻ ചാപ്പലിൽ ചെന്നാലും നമുക്ക് കിട്ടുന്നത് അതേ അനുഭൂതിയാണ്. ചുവരുകളിലും സീലിംഗിലും റൂഫിലും എല്ലാം ചിത്രങ്ങൾ വരച്ച്, വർണ്ണശബളമായിട്ടുള്ള ചിത്രങ്ങൾ വരച്ച് മറ്റൊരു ലോകത്തിലേക്ക് നമ്മൾ ഒരു കത്തീഡ്രലിലോ ചാപ്പലിലോ പോകുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നു. മനുഷ്യർ 25 ലക്ഷം വർഷമായിട്ട് നിലനിർത്തിയ ആ സ്മൃതി, അത് വീണ്ടെടുക്കാനുള്ള ഒരു ശ്രമം പോലെ നമുക്കിതെല്ലാം തോന്നും. ഭാരതത്തില് നമ്മളൊരു ക്ഷേത്രത്തിലെ കവാടത്തിലൂടെ അകത്ത് കിടക്കുമ്പോഴും നമുക്ക് ഈ അനുഭൂതിയാണ് കിട്ടുന്നത്. അവിടെ നമ്മൾ കവാടത്തിലൂടെ അകത്ത് പല മണ്ഡപങ്ങളിലൂടെ കടന്ന്, ഗുഹകളിൽ എങ്ങനെയാണോ പല ചേംബേഴ്സിലൂടെ കടന്ന് നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് എത്തുന്നു. ഏറ്റവും ശബ്ദം കുറഞ്ഞ, പ്രകൃതിയിൽ നിന്ന് മാറി നിൽക്കുന്ന, ഏറ്റവും ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇടത്തിലേക്ക് നമ്മൾ ഒരു ഗുഹയിലൂടെ എങ്ങനെ എത്തുന്നു, അതുപോലെ നമ്മൾ നൃത്തമണ്ഡപത്തിലൂടെയും കീർത്തന മണ്ഡപത്തിലൂടെയും ധ്യാന മണ്ഡപത്തിലൂടെയും കൂടെ അവസാനം നമ്മൾ എത്തിപ്പെടുന്നത് ഗർഭഗൃഹത്തിലാണ്. ഗർഭപാത്രത്തിലെ അനുസ്മരിക്കുന്ന ആ സഞ്ചാരം. അവിടെ നിന്നുകൊണ്ട് നമ്മൾ ഒരു അണയാത്ത അഗ്നിയെ നമ്മൾ ദർശിക്കുന്നു. അവിടെ നിന്നുകൊണ്ട് മനുഷ്യര് ഉദ്ഘോഷിക്കുന്നു, തമസോമ ജ്യോതിർഗമയ. ഇരുട്ടിലേക്കാണ് വരുന്നെങ്കിലും ആ ഇരുട്ടിൽ നിന്നാണ് നമ്മൾ വെളിച്ചത്തിലേക്ക് വരുന്നത്. ആ ഇരുട്ടാണ് നമ്മളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നത്. തമസോമ ജ്യോതിർഗമയ. ഈ ഒരു അനുഭവം മനുഷ്യരെ നമ്മൾ നിൽക്കുന്നത് പോലെ ഹിമാലയത്തിൽ എത്തിക്കുകയും ഹിമാലയത്തിലെ ഗുഹകളിലേക്ക് നമ്മളെ വീണ്ടും വീണ്ടും ആകർഷിക്കുകയും ചെയ്യുന്നു. ഭാരതത്തിലെ ഇന്നത്തെ പ്രധാനമന്ത്രി ഹിമാലയത്തിൽ ഏതാനും വർഷങ്ങൾ കറങ്ങി നടക്കുകയും ഗുഹയിലിരുന്ന് ധ്യാനിക്കുകയും ചെയ്യുന്നതായിട്ട് പറയപ്പെടുന്നു. ചൈനയിലെ ഇന്നത്തെ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ യൗവനത്തില് 1-2 വർഷം ഒരു ഗുഹയിലാണ് പാർത്തത് എന്ന് ചരിത്രം അടയാളപ്പെടുത്തുന്നു. മനുഷ്യർക്ക് പറ്റുമെങ്കിൽ അവര് ഈ ഇടങ്ങളിൽ പോയി ഏകാന്തത തേടുന്നു. നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മളുടെ പൂർവ്വ അനുഭവത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകാനാണ് എപ്പോഴും. അപ്പോൾ ആഫ്രിക്കയിലെ സവാനകൾ അല്ലെങ്കിൽ പുൽമേടകളോ അവിടുത്തെ എവർഗ്രീൻ ഫോറസ്റ്റുകൾ, കൊടുങ്കാടുകളോ അല്ല നമ്മളെ ആകർഷിക്കുന്നത്. ഈ ഗുഹകളാണ്, ഗുഹകളിലെ ഇരുട്ടാണ്.
അവിടുത്തെ ഏകാന്തതയാണ്, ഒറ്റപ്പെടലാണ്. ആ ഒറ്റപ്പെടലാണ് നമ്മൾ ആകർഷിക്കുന്നത്. ആ ഒറ്റപ്പെടലിലൂടെ മനുഷ്യര് തിരിച്ചു കിട്ടാൻ ആഗ്രഹിക്കുന്നത് ബോധത്തിന്റെ ഒരു അതിരുകളില്ലാത്ത ഒരു അനുഭൂതി. ആ അനുഭൂതി തന്നെ അവസാനിക്കുന്ന ഒരു അവസ്ഥ. എക്സ്പീരിയൻസ് ലെസ് എക്സ്പീരിയൻസ് എന്ന് ഇതിനെ പറയും. പുറം ലോകവുമായിട്ടുള്ള എക്സ്പീരിയൻസ് അവസാനിക്കുന്നു, സെൽഫ് റെഫറൻഷ്യൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് തീരുന്നു. അവിടെ നമുക്ക് അതിരുകളില്ലാത്ത മറ്റൊരു എക്സ്പീരിയൻസ് തുടങ്ങുന്നു. മനുഷ്യരെ മനുഷ്യരാക്കിയത് ഈ ഹിമയുഗവും ഗുഹയിലെ ഈ വാസവുമാണ്. ഇതിനെക്കുറിച്ച് മനുഷ്യ ചരിത്രം പറയുന്ന സമയത്ത് നമ്മൾ അത്ര കാര്യഗൗരവമായിട്ട് ഈ കാര്യങ്ങളെ എടുക്കുന്നില്ല. കാടുകളിൽ അലഞ്ഞു തെരിഞ്ഞ് മൃഗങ്ങളെ വേട്ടയാടി അർദ്ധനഗ്നരോ പൂർണ്ണനഗ്നരോ ആയിട്ടുള്ള ജനകൂട്ടങ്ങളായിട്ടാണ് മനുഷ്യകഥ നമ്മൾ സാധാരണ കേൾക്കാറുള്ളത്. എന്നാൽ അത് വാസ്തവത്തിൽ അത്ര ശരിയല്ല. നമ്മുടെ 25 ലക്ഷം വർഷത്തെ യാത്രയിൽ 20 ലക്ഷവും ഏകാന്തത മാത്രമാണ് അനുഭവപ്പെട്ടിട്ടുള്ളത്. പ്രകൃതിയിൽ നിന്ന് മാറി നിന്ന്, നമ്മളിൽ നിന്ന് തന്നെ മാറി നിന്ന്, നമ്മൾ ഇന്ന് കാണുന്ന ലോകത്തിന് അതീതമായിട്ടുള്ള ഒരു ലോകത്തിലേക്ക് പോകുന്ന കാഴ്ചയാണ് ഗുഹാചിത്രങ്ങളിൽ അടയാളപ്പെടുത്തുന്നത്. പിരമിഡുകളും വാലി ഓഫ് കിങ്സിലെ ടൂമ്പുകളും സിസ്റ്റീൻ ചാപ്പലും ഭാരതീയ ക്ഷേത്രത്തിലെ ഗർഭഗ്രഹവും എല്ലാം അടയാളപ്പെടുത്തുന്നത് മറ്റൊരു ലോകത്താണ് നമ്മൾ ജീവിച്ചിരുന്നത്. ആ ലോകമാണ് നമ്മളെ നമ്മളാക്കിയത്. ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ ചരിത്രത്തിൽ അത്ര അടയാളപ്പെടുത്തിയിട്ടില്ല. ആ ഒരു അടയാളപ്പെടുത്തൽ ഇനി ഉണ്ടാകും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഈ കാര്യങ്ങളെക്കുറിച്ച് ഇനിയും നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യാം.